ഇത്ര ആവേശത്തിൽ ഞങ്ങൾ പോയത് എങ്ങോട്ടാന്ന് ഇപ്പം മനസ്സിലായി കാണില്ലേ. ഡൽഹിയിൽ വന്നിട്ട് എന്ത് കണ്ടിട്ടും എന്തിന് താജ്മഹൽ കണ്ടിട്ട് പോലും കുലുങ്ങാത്ത ആളാണ് ഇപ്പോൾ ആവേശത്തിൽ പോണത്. അതാണ് ഈ സൂവിൻ്റെ ഒരു പവർ. നമ്മുടെ പ്ലാനിൽ ആക്ച്വലി സൂ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ലോട്ടസ് ടെമ്പിൾ മാറ്റിയിട്ട് സൂ ആക്കിയത് എന്തായാലും നന്നായി. ഇവിടെ ബഗ്ഗിയൊക്കെ ഉണ്ട്, പക്ഷേ അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു മിനിറ്റ് ബഗ്ഗി കയറിയിരിക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത കാണേണ്ട സ്ഥലം എത്തും. അല്ല പിന്നെ ഈ 176 ഏക്കറോളം ഉള്ള ഈ സൂവിൽ 127ഓളം സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ബഗ്ഗിക്ക് നിർത്തി നിർത്തി പോകാൻ തന്നെ സമയം കാണും. ഇവിടെ ഒരുവിധം എല്ലാ ആനിമൽസും ബേർഡ്സും റെപ്റ്റൈൽസും ഒക്കെ ഉണ്ട്. ലയണും ടൈഗറും ബെയറും ജാഗറും റൈനോയും ലെപ്പേർഡും വോൾഫും എല്ലാം ഇവിടെ ഉണ്ട്. ലയണ് ടൈഗർ അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരും ഒരെണ്ണം വീതേ അതിന് ഞാൻ കാണാത്തതാണോ അതോ ഒരെണ്ണേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഏതൊരു സൂല് പോയാലും സുലഭമായി കാണാൻ പറ്റുന്ന ഒന്നാണ് ഡീർ. പലതരത്തിലുള്ള ഡീറുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലയണിനെയും ടൈഗറിനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് എവിടുന്നറിയില്ല, ആകെ ഒരു ആവേശമാണ്. കൂക്കൽ, സൗണ്ട് ഉണ്ടാക്കൽ, അങ്ങനെ ആകെ ഒരു ബഹളമയം. ഇത്ര അനിമൽസ് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരുന്നത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അവിടെയും കൂടെ വിസിറ്റ് ചെയ്ത് നമ്മൾ നേരെ നാട്ടിലേക്ക് പോന്നു. ഈ ഡൽഹി കാഴ്ചകൾ കാണാൻ ഞങ്ങളുടെ കൂടെ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.